നമസ്കാരം. ആസാദി വാർത്തയുടെ നൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. മഴ മുന്നറിയിപ്പ് ജൂലൈ 31 കിട്ടിയിട്ടും മുൻകരുതലെടുത്തില്ല. മുഖ്യമന്ത്രി പറഞ്ഞത് കള്ളം. ഹെലികോപ്റ്ററിൽ പോയത് നിക്ഷേപക ഗ്രൂപ്പിനെ കാണാൻ. പേരു പറയാതെ തടിയൂരി മുഖ്യമന്ത്രി. ബീഹാറിലെ BJP കോട്ടയിൽ പ്രശാന്ത് കിഷോറിന് ജയം. കേരളത്തിന് സിൽവർ ലൈനും ഹൈസ്പീഡ് വേയും ഇല്ല. കഞ്ചിക്കോട് കോത്ത് ഫാക്ടറിയും ഉപേക്ഷിച്ചതായി കേന്ദ്രം. മീറ്റ് സമരക്കാർക്കെതിരായ കേസുകൾ സംസ്ഥാനങ്ങൾക്ക് പിൻവലിക്കാം സുപ്രീം കോടതി. വിശദമായ വാർത്തകളിലേക്ക് പോകാം. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നതിനിടെ നുണക്കഥകൾ തുടരുകയാണ്. സർക്കാർ മഴ മുന്നറിയിപ്പ് ലഭിച്ചില്ലെന്ന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ പച്ചക്കളവും തെളിവ് സഹിതം പൊളിഞ്ഞിരിക്കുകയാണ്. ജൂലൈ 31 തന്നെ കാലാവസ്ഥാ വകുപ്പ് മഴ മുന്നറിയിപ്പ് റിപ്പോർട്ട് നൽകിയിരുന്നു. ജൂലൈ 31 മുതൽ 7 ദിവസത്തേക്കുള്ള കാലാവസ്ഥാ പ്രവചന റിപ്പോർട്ടാണ് കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്നത്. ജൂലൈ 31 മുതൽ ഓഗസ്റ്റ് 6 വരെ കേരളത്തിൽ കനത്ത മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് ഈ റിപ്പോർട്ടിലുണ്ട്. ഇതോടെ കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് സർക്കാർ അവഗണിച്ചുവെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. മഴയെ തുടർന്ന് ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും മിന്നൽ പ്രളയത്തിനും സാധ്യതയുണ്ടെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടിനും വെള്ളപ്പൊക്കത്തിനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതെല്ലാം അവഗണിച്ചതാണ് ഇന്ന് സംസ്ഥാനം നേരിടുന്ന ദുരിതത്തിന് പ്രധാന കാരണം. ബീഹാറിലെ BJP കോട്ടയിൽ പ്രശാന്ത് കിഷോറിന് ജയം. ബീഹാറിലെ BJP സിറ്റിംഗ് സീറ്റിൽ ജൻ സുരാജ് പാർട്ടി സ്ഥാപകൻ പ്രശാന്ത് കിഷോറിന് ജയം. ബാങ്കിപ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ 18,953 വോട്ടിനാണ് പ്രശാന്ത് കിഷോർ ജയിച്ചത്. ബീഹാറിന് പുറമെ ഉപതെരഞ്ഞെടുപ്പ് നടന്ന മധ്യപ്രദേശിലെ ദതിയയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും ഗുജറാത്തിലെ മഞ്ചൽപൂരിൽ BJP സ്ഥാനാർത്ഥിയും വിജയിച്ചു. BJP പരാജയം അറിയാത്ത ബംഗപൂരിലാണ് പാർട്ടിയുടെ നീരജ് കുമാറിനെ പ്രശാന്ത് കിഷോർ തോൽപ്പിച്ചത്. ജന്തർ മന്ദറിലെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് ശേഷം വന്ന ആദ്യ തെരഞ്ഞെടുപ്പ് ഫലത്തിലെ തിരിച്ചടി BJPക്ക് കൂടുതൽ പ്രഹരമായി. BJP ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് നിതിൻ നബിൽ ഏപ്രിലിൽ രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്നാണ് ബാങ്കിപ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. മധ്യപ്രദേശിലെ ദതിയയിൽ കോൺഗ്രസിന്റെ ഘനശ്യാം സിംഗ് 6016 വോട്ടിനാണ് BJP സ്ഥാനാർത്ഥി അശുതോഷ് തിവാരിയെ പരാജയപ്പെടുത്തിയത്. കോൺഗ്രസ് MLA രാജേന്ദ്ര ഭാരതിയെ അയോഗ്യനാക്കിയതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. മഞ്ചൽപൂർ മണ്ഡലം BJP സ്ഥാനാർത്ഥി സതീഷ് ഗോവിന്ദ് ഭായ് പട്ടേൽ നിലനിർത്തി. കോൺഗ്രസിന്റെ ഭിഖാഭായി റബാരിയെ 30,630 വോട്ടിനാണ് തോൽപ്പിച്ചത്. തുടർച്ചയായി 3 തവണ BJP MLA ആയിരുന്ന യോഗേഷ് പാട്ടേലിന്റെ വിയോഗത്തെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ഹെലികോപ്റ്ററിൽ പോയത് നിക്ഷേപക ഗ്രൂപ്പിനെ കാണാൻ. പേര് പറയാതെ തടിയൂരി മുഖ്യമന്ത്രി. സർക്കാർ വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്ററിൽ എറണാകുളത്ത് പോയത് ഭാര്യ പിതാവിനെ കാണാനല്ലെന്നും മറിച്ചു ഏതോ നിക്ഷേപക ഗ്രൂപ്പിനെ കാണാനുമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. എന്നാൽ വ്യക്തത വരുത്താനാണെങ്കിലും നിക്ഷേപ ഗ്രൂപ്പിന്റെ പേര് പറയാൻ ആവശ്യപ്പെട്ടപ്പോൾ അതെന്തിനാണ് നിങ്ങളോട് പറയുന്നത് എന്നായിരുന്നു മറുപടി. വന്ദേ ഭാരതിൽ പോകാൻ ടിക്കറ്റ് എടുത്തതാണെന്നും അവർക്ക് അത്യാവശ്യത്തെ എന്ന് പറഞ്ഞപ്പോൾ ഹെലികോപ്റ്റർ എടുക്കുകയായിരുന്നുവെന്നുമാണ് മുഖ്യമന്ത്രിയുടെ ന്യായീകരണം. കേരളത്തിൽ പ്രളയ സമാനമായ സാഹചര്യം തുടങ്ങിയപ്പോൾ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിനും പകരം മുഖ്യമന്ത്രി ലീഗ് നേതാവിന്റെ വീട്ടിൽ സൽക്കാരത്തിലായിരുന്ന വിഷയത്തിൽ മാധ്യമങ്ങൾക്ക് പരിഹാസമായിരുന്നു മറുപടി. കേരളത്തിൽ വെള്ളക്കെട്ടുണ്ടായാൽ താൻ ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നും തെറ്റുപറ്റിയതാണ്, ഇനി ഭക്ഷണം കഴിക്കില്ല എന്നുമായിരുന്നു മറുപടി. കൃത്യമായി മുന്നറിയിപ്പ് കൊടുക്കാത്തതിന് ജനങ്ങൾ പ്രതിഷേധത്തിലാണ്. എന്നാൽ ഈ വിഷയത്തിലും ഉരുണ്ടു കളിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കൃത്യമായ ഏകോപനം യാത്രാമധ്യേ നടത്തിയെന്നും പ്രളയം നിയന്ത്രണ വിധേയമാണ് എന്നും ആയിരുന്നു വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ മറുപടി. നീറ്റ് സമരക്കാർക്കെതിരായ കേസുകൾ സംസ്ഥാനത്ത് പിൻവലിക്കാം സുപ്രീം കോടതി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട പ്രതിഷേധത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസുകൾ പിൻവലിക്കണോ റദ്ദാക്കണോ സംസ്ഥാന സർക്കാരുകൾക്ക് സ്വാതന്ത്ര്യമുണ്ടെന്ന് വ്യക്തമാക്കി സുപ്രീം കോടതി. ജൂലൈ 20 ജന്തർ മന്ദറിൽ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് ഹർജികൾ പരിഗണിക്കുന്നതിനിടയിലാണ് കോടതിയുടെ ഈ നിരീക്ഷണം. വിദ്യാർത്ഥി സമരക്കാർക്കെതിരായി ക്രിമിനൽ കേസുകൾ പിൻവലിക്കാനോ അവസാനിപ്പിക്കാനോ സംസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ടെന്ന് മുൻ ഉത്തരവുകളിൽ വ്യക്തത വരുത്തിക്കൊണ്ട് സുപ്രീം കോടതി വ്യക്തമാക്കി. കോടതിയുടെ മുൻ ഉത്തരവുകളുടെ വ്യാഖ്യാനത്തെ ചൊല്ലി ആശങ്കകൾ ഉയർത്തതിനെ തുടർന്നാണ് ഈ വ്യക്തത വരുത്തൽ. കൂടാതെ മുൻ ഉത്തരവിൽ പരാമർശിച്ച ക്രിമിനൽ പശ്ചാത്തലം എന്ന പ്രയോഗത്തിന്റെ പരിധി കോടതി ചുരുക്കി. കൊലപാതകം, ബലാത്സംഗം, ഭീകരവാദം തുടങ്ങിയ ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന പ്രതികൾക്ക് മാത്രമാണ് ഈ പ്രയോഗം ബാധകമെന്ന് കോടതി വ്യക്തമാക്കി. ചെറിയ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികളെ ക്രിമിനൽ പശ്ചാത്തലവുമായി
ഉള്ളവരായി കണക്കാക്കില്ല. വാദത്തിനിടയിൽ സമരങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അന്വേഷിക്കാൻ ഉന്നതതല സമിതിയെ നിയോഗിക്കുമെന്നും സുപ്രീം കോടതി പറഞ്ഞു. പെല്ലറ്റ് ഗണ്ണുകൾ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് സമഗ്രമായ ഒരു മാർഗരേഖ തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നതായും ബെഞ്ച് വ്യക്തമാക്കി. കേരളത്തിന് സിൽവർ ലൈനും ഹൈസ്പീഡ് വേയും ഇല്ല. കഞ്ചിക്കോട് കോച്ച് ഫാക്ടറിയും ഉപേക്ഷിച്ചതായി കേന്ദ്രം. കേരളത്തിലെ ഹൈസ്പീഡ് റെയിൽ സിൽവർ ലൈൻ പദ്ധതികൾ ഉപേക്ഷിച്ചതായി കേന്ദ്ര സർക്കാർ രാജ്യസഭയിൽ അറിയിച്ചു. 3-4 പാതയുടെ വികസനത്തിന് മാത്രമാണ് നിലവിൽ മുൻഗണനയെന്നും റെയിൽവേ മന്ത്രാലയം ജോൺ ബ്രിട്ടാസ് എംപിയുടെ ചോദ്യത്തിന് മറുപടി നൽകിക്കൊണ്ട് വ്യക്തമാക്കി. കഞ്ചിക്കോട് റെയിൽ കോച്ച് ഫാക്ടറി പദ്ധതിയും ഉപേക്ഷിച്ചതായി കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. സിൽവർ ലൈനും ഇ ശ്രീധരൻ സമർപ്പിച്ച പദ്ധതിയും സംസ്ഥാന സർക്കാർ ഉപേക്ഷിച്ച സ്ഥിതിക്ക് കേന്ദ്ര അക്കാര്യവും മുന്നോട്ട് പോകില്ലെന്നാണ് കേന്ദ്രം വ്യക്തമാക്കിയിരിക്കുന്നതെന്ന് ജോൺ ബ്രിട്ടാസ് എംപി മാധ്യമങ്ങളോട് പറഞ്ഞു. ഇ ശ്രീധരൻ നേരിട്ട് ഒരു പദ്ധതി തനിക്ക് സമർപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹത്തെ ക്ഷണിച്ചു വരുത്തി ചർച്ച ചെയ്ത് ഹൈസ്പീഡ് പദ്ധതി നടപ്പാക്കാൻ സാധിക്കുമോ എന്ന് പരിശോധിക്കുമെന്നും കേന്ദ്ര റെയിൽവേ മന്ത്രാലയം കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ എന്റെ മറുപടിയായി പറഞ്ഞിരുന്നു. എന്നാൽ ഇതിനിടയിലാണ് ഇ ശ്രീധരൻ പദ്ധതി സംസ്ഥാന സർക്കാർ വാങ്ങി ചവറ്റുകൊട്ടിയിൽ എറിഞ്ഞത്. ഇതോടെ റെയിൽവേ മന്ത്രാലയം തങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ നിന്നും കൃത്യമായി ഒഴിഞ്ഞുമാറി. കേരളത്തിന്റെ അതിവേഗ റെയിൽവേ ആഗ്രഹങ്ങൾക്കുമേൽ ഏതെങ്കിലും പദ്ധതികൾ ഉണ്ടാകുമോ എന്നതായിരുന്നു പ്രധാന ചോദ്യം. റെയിൽവേ പ്രഖ്യാപിച്ച 7 സ്പീഡ് പദ്ധതികളുടെ എക്സ്റ്റൻഷൻ കേരളത്തിലേക്ക് ഉണ്ടാകുമോ? സെമി ഹൈസ്പീഡുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പദ്ധതിയും ഉണ്ടോ? ഇ ശ്രീധരൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പുരോഗതിയുണ്ടോ? തുടങ്ങിയ ചോദ്യങ്ങളായിരുന്നു സഭയിൽ ഉന്നയിച്ചത്. എന്നാൽ ഇവയ്ക്കൊന്നും അനുകൂല മറുപടി ഗ്രന്ഥത്തിൽ നിന്നും ഉണ്ടായില്ലെന്ന് മാത്രമല്ല, സംസ്ഥാന സർക്കാർ ഈ 2 പദ്ധതികളും ഉപേക്ഷിച്ച സ്ഥിതിക്ക് തങ്ങൾ അക്കാര്യവുമായി മുന്നോട്ട് പോകുന്നില്ലെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രാലയം രാജ്യസഭയിൽ വ്യക്തമാക്കി. കഞ്ചിക്കോട് റെയിൽ കോച്ച് ഫാക്ടറി ഉപേക്ഷിച്ചെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. കഞ്ചിക്കോട്ടെ 228 ഏക്കർ ഭൂമി ഇന്ത്യൻ റെയിൽവേയുടെ ഭാവി വികസനങ്ങൾക്കായി മാറ്റിവെച്ചതായും റെയിൽവേ മന്ത്രാലയം രാജ്യസഭയിൽ അറിയിച്ചു. കോച്ച് നിർമ്മാണത്തിൽ നിലവിലുള്ള ഉൽപാദന യൂണിറ്റുകളും സർക്കാരിന്റെ പദ്ധതികളും പര്യാപ്തമായിരുന്നു. കേന്ദ്രത്തിന്റെ മറുപടി: കഞ്ചിക്കോട് 40 കോടി മുടക്കി 228 ഏക്കർ ഭൂമി ഏറ്റെടുത്തിരുന്നു. ഇത് ഭാവി വികസന പദ്ധതികൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുമെന്നും കേന്ദ്രം അറിയിച്ചു. കഞ്ചിക്കോട് പ്രഖ്യാപിച്ച കോച്ച് ഫാക്ടറി പിന്നീട് പഞ്ചാബിലേക്ക് അടക്കം മാറ്റിയതായുള്ള ആരോപണങ്ങളും ഉയർന്നിരുന്നു. പെർഫ്യൂം നിർമ്മാണത്തിൽ പരിശീലനം നൽകുന്നു. കുറഞ്ഞ മുതൽ മുടക്കിൽ നിർമ്മാണവും നല്ല വിപണനവും ലഭിക്കുന്ന പെർഫ്യൂം നിർമ്മാണത്തിന് പരിശീലനം നൽകുന്നു. കണ്ണൂർ APJ അബ്ദുൽ കലാം ലൈബ്രറി സംരംഭക ക്ലബിന്റെയും ഹാപ്പിനെസ് ഫൗണ്ടേഷന്റെയും നേതൃത്വത്തിലാണ് ക്ലാസ്. നിർമ്മാണ ക്ലാസ്സിന് പുറമെ ഓൺലൈൻ ഓഫ്ലൈൻ മാർക്കറ്റിംഗ്, വിവിധ ലൈസൻസുകൾ, പോസ്റ്റർ വീഡിയോ നിർമ്മാണം എന്നിവയിലും പരിശീലനം നൽകും. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 25 പേർക്കാണ് ക്ലാസ്. കണ്ണൂർ കാൾടെക്സ് വലിയോളപ്പക്കാവ് റോഡിലുള്ള ലൈബ്രറിയിൽ പേര് രജിസ്റ്റർ ചെയ്യാം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9447372316. പയ്യന്നൂർ, തളിപ്പറമ്പ്, ഇരിട്ടി താലൂക്കുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. പ്രൊഫഷണൽ കോളേജുകൾക്ക് ബാധകമല്ല. പ്രതികൂല കാലാവസ്ഥ കണക്കിലെടുത്ത് പയ്യന്നൂർ, തളിപ്പറമ്പ്, ഇരിട്ടി താലൂക്കുകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി ജില്ലാ കളക്ടർ പ്രഖ്യാപിച്ചു. ട്യൂഷൻ സെന്ററുകൾ, മദ്രസകൾ ഉൾപ്പെടെയുള്ളവ അടക്കം എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമായിരിക്കും. എന്നാൽ പ്രൊഫഷണൽ കോളേജുകൾക്ക് അവധി ബാധകമല്ല. ദുരിതാശ്വാസ ക്യാമ്പായി പ്രവർത്തിക്കുന്ന പ്രൊഫഷണൽ കോളേജുകൾക്ക് അവധിയായിരിക്കും. റെസിഡൻഷ്യൽ സ്കൂളുകൾ അവധി ബാധകമല്ല. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമുണ്ടായിരിക്കുന്നതല്ല. മഴക്കെടുതി ഏകോപന നടപടികൾ ഫലപ്രദം. തകരാറിലായ 92% വൈദ്യുതി കണക്ഷനുകൾ പുനഃസ്ഥാപിച്ചതായി മന്ത്രി സണ്ണി ജോസഫ്. മഴക്കെടുതി നേരിടുന്നതിൽ സംസ്ഥാന സർക്കാരും ജില്ലാ പ്രാദേശിക ഭരണകൂടങ്ങളും ഫലപ്രദമായ ഇടപെടലാണ് നടത്തുന്നതെന്ന് സംസ്ഥാന വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ് ഇരിട്ടിയിലെ വീട്ടിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാന സർക്കാരും ജില്ലാ പ്രാദേശിക ഭരണകൂടങ്ങളും എല്ലാ വകുപ്പുകളും നാട്ടുകാരും സന്നദ്ധ സംഘടനകളും നല്ല രീതിയിലാണ് മഴക്കെടുതി ചെറുക്കുന്ന പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നത്. എല്ലാവരെയും നന്ദി പറയുന്നു. കെടുതിയിൽ സംസ്ഥാനത്ത് ആകെ 4,80,614 വൈദ്യുതി കണക്ഷനുകൾ തകരാറിലായി. ഇതിൽ 92% ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പുനഃസ്ഥാപിച്ചു. ഇനി 35,118 എണ്ണം മാത്രമാണ് ബാക്കിയുള്ളതെന്ന് മന്ത്രി പറഞ്ഞു. 2,892 ട്രാൻസ്ഫോർമറുകൾക്ക് തകരാർ പറ്റി വെള്ളം ഇറങ്ങിയതിനെ തുടർന്ന് ഇതിൽ 2,600 എണ്ണവും നന്നാക്കി ഇതിനകം ചാർജ് ചെയ്തു. 1,872 വൈദ്യുതി തൂണുകൾക്ക് നാശം നേരിട്ടു. ഇവ അതിവേഗത്തിൽ പുനഃസ്ഥാപിച്ചു വരികയാണ്. വൈദ്യുതി മേഖലയിൽ ഏറ്റവും വലിയ നാശനഷ്ടം സംഭവിച്ചത് പത്തനംതിട്ട ജില്ലയിലും പിന്നെ കണ്ണൂരിലുമാണ്. കണ്ണൂരിൽ ശ്രീകണ്ഠാപുരം സർക്കിൾ പരിധിയിൽ വരുന്ന ചെറുപുഴ മുതലുള്ള ഭാഗങ്ങളിലും ഇരിട്ടി സർക്കിളിലെ മലയോര പ്രദേശങ്ങളുമാണ് കൂടുതൽ നാശം. ഇവ പരിഹരിക്കാനുള്ള നടപടികൾ അതിവേഗം പുരോഗമിക്കുകയാണ്.
സംസ്ഥാനത്ത് ജലവൈദ്യുത പദ്ധതിക്കുള്ള അണക്കെട്ടുകളിലെ ജലനിരപ്പ് 42.5% മന്ത്രി വ്യക്തമാക്കി. ഇടുക്കി അണക്കെട്ടിൽ 30% ആയിരുന്ന ജലനിരപ്പ് 10% കൂടി ഇപ്പോൾ 40% ആയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇതേ സമയം ഇടുക്കിയിൽ 73% ആയിരുന്നു ജലം. മഴക്കെടുതിയിൽ തകർന്ന വീടുകളുടെ നാശനഷ്ടം കണക്കാക്കുന്നതിന് മാനദണ്ഡങ്ങൾ മാറ്റണം എന്ന് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടതായി മന്ത്രി സണ്ണി ജോസഫ് അറിയിച്ചു. 2018 പ്രളയത്തിന് സമാനമായ അപകടങ്ങൾ കരിക്കോട്ടക്കരി പോലുള്ള സ്ഥലങ്ങളിൽ വീടുകൾക്ക് സംഭവിച്ചത് നേരിൽ കണ്ടു ബോധ്യപ്പെട്ടതായി മന്ത്രി പറഞ്ഞു. വീടിന് പുറകിൽ മണ്ണിടിഞ്ഞ് വീടിന് ഗുരുതരമായ തകരാർ സംഭവിച്ച അവസ്ഥയുണ്ട്. ഇതൊക്കെ പൂർണ്ണ നാശനഷ്ടമായി കണക്കാക്കണം. നിരവധി പാലങ്ങൾ തകർന്നിട്ടുണ്ട്. അവ എത്രയും പെട്ടെന്ന് പുനഃസ്ഥാപിക്കാനും മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പുഴകളിൽ മണ്ണിടിഞ്ഞ് ഒഴുക്ക് തടസ്സപ്പെടുന്ന അവസ്ഥ ഗൗരവതരമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സംസ്ഥാന സർക്കാരും KCCPL-ഉം ബിസിനസ് പ്ലാനും ധാരണാപത്രവും ഒപ്പിട്ടു. കേരള കെയിംസ് ആൻഡ് സെറാമിക്സ് പ്രൊഡക്റ്റ് ലിമിറ്റഡിന്റെ പ്രവർത്തനം സംബന്ധിച്ച് 2026-27 സാമ്പത്തിക വർഷം ഓരോ മാസവും സർക്കാർ തലത്തിൽ മോണിറ്റർ ചെയ്യുന്നതിന്റെ ഭാഗമായി കമ്പനിയുടെ ഓരോ പ്രൊജക്ടുകളും പ്രവർത്തനങ്ങളും സംബന്ധിച്ച നടപ്പു വർഷത്തെ ബിസിനസ് പ്ലാനും ധാരണാപത്രവും KCCPL സംസ്ഥാന വ്യവസായ വകുപ്പും തമ്മിൽ ഒപ്പിട്ടു. അഡീഷണൽ ചീഫ് സെക്രട്ടറി APM മുഹമ്മദ് ഹനീഷ്, KCCPL ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ആനക്കി ബാലകൃഷ്ണനുമാണ് ധാരണാപത്രത്തിൽ ഒപ്പിട്ടത്. ഇതിന്റെ ഭാഗമായി കമ്പനിയുടെ പ്രവർത്തനം ഓരോ മാസവും സർക്കാർ തലത്തിൽ വിലയിരുത്തി അതിനനുസരിച്ച് കൂടുതൽ പുരോഗതി കൈവരിക്കുന്നതിന് നിർദ്ദേശം നൽകാൻ സർക്കാരിന് കഴിയും. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ബോർഡ് ഫോർ പബ്ലിക് സെക്ടർ ചെയർമാൻ K അജിത് കുമാർ, സെക്രട്ടറി P സതീഷ് കുമാർ, ഡയറക്ടർ ബോർഡംഗം ദീപ വർഗീസ് എന്നിവർ സന്നിഹിതരായി. ഈ സാമ്പത്തിക വർഷം 136.43 കോടി രൂപ വിറ്റുവരവും 6.75 കോടി രൂപ ലാഭവും കൈവരിക്കുമെന്ന് ബിസിനസ് പ്ലാൻ വിഭാവനം ചെയ്യുന്നത്. സ്കൂൾ ഗെയിംസ് കരാത്തെ മത്സരങ്ങളിൽ സുതാര്യത ഉറപ്പുവരുത്തണമെന്നും സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന ജില്ലയിലെ മുഴുവൻ കരാത്തെ ക്ലബ്ബുകൾക്കും ജില്ലാ സ്പോർട്സ് കൗൺസിൽ അംഗീകാരമുള്ള സംഘടനയിൽ അംഗത്വം നൽകണമെന്നും കരാത്തെ മാസ്റ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. നിലവിൽ സ്പോർട്സ് കൗൺസിലിന്റെ അംഗീകാരം നേടിയിട്ടുള്ള കരാത്തെ സംഘടനയിലെ ഭാരവാഹികൾ ഭൂരിപക്ഷവും ഒരൊറ്റ കരാത്തെ സ്കൂളിന്റെ മാത്രം ആളുകളാണ്. ഇവർ തന്നെ നിയമവിരുദ്ധമായി ഒരേ പേരിൽ പേപ്പർ ക്ലബ്ബുകൾ ഉണ്ടാക്കി രജിസ്റ്റർ ചെയ്താണ് അസോസിയേഷന്റെ ഭരണം കൈയാളുന്നത്. ഇത്തരത്തിൽ പേപ്പറിൽ മാത്രം പ്രവർത്തിക്കുന്ന ക്ലബ്ബുകൾ യഥാർത്ഥത്തിൽ നിലവിലുണ്ടോ എന്നും അവ സജീവമാണോ എന്നും നേരിട്ട് പരിശോധിക്കാൻ സ്പോർട്സ് കൗൺസിൽ തയ്യാറാവണം. കരാത്തെ മത്സരങ്ങൾ ലോക കായിക സംഘടനയായ വേൾഡ് കരാത്തെ ഫെഡറേഷൻ നിയമാവലി പ്രകാരമാണ് നടക്കുന്നത്. എന്നാൽ WKF അംഗീകാരമുള്ള ദേശീയ സംഘടനയുടെ അംഗീകാരം നിലവിൽ സ്പോർട്സ് കൗൺസിൽ അംഗീകാരമുള്ള സംഘടനയ്ക്ക് ഇല്ല. അതുകൊണ്ട് തന്നെ അംഗീകാരമുള്ള ഒരൊറ്റ ജഡ്ജിമാരോ റഫറിമാരോ സ്പോർട്സ് കൗൺസിൽ അംഗീകാരമുള്ള കരാത്തെ സംഘടനയിൽ ഇല്ല. ഇത്തരം കഴിവില്ലാത്ത റഫറിമാരെയും ജഡ്ജിമാരെയും വെച്ചുകൊണ്ട് മത്സരം നടത്തുന്നതിനാൽ തന്നെ കഴിവുള്ള കുട്ടികൾ പരാജയപ്പെടുകയും കഴിവില്ലാത്ത സ്വന്തം കുട്ടികളെ വിജയിപ്പിച്ചെടുക്കുകയുമാണ് ഇവർ ചെയ്യുന്നത്. മറിച്ച് യോഗ്യതയുണ്ടെന്ന് പറയുകയാണെങ്കിൽ സ്പോർട്സ് കൗൺസിലും സ്കൂൾ ഗെയിംസ് അതോറിറ്റിയും അവ അടിയന്തരമായി പരിശോധിക്കണം. സംസ്ഥാന അസോസിയേഷൻ മെമ്പർഷിപ്പിനായി ഭീമമായ തുക നൽകിയാൽ മാത്രമേ ജില്ലാ അസോസിയേഷനിൽ മെമ്പർഷിപ്പ് നൽകിയുള്ളൂ എന്ന അപ്രായോഗിക വ്യവസ്ഥ പൂർണ്ണമായും പിൻവലിക്കുക. ഒരേ പേരിൽ ഒരേ പ്രവർത്തന പരിധിയിൽ വ്യാജമായി രജിസ്റ്റർ ചെയ്ത ക്ലബ്ബ് ഭാരവാഹികൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും. ക്ലബ്ബ് രജിസ്ട്രേഷൻ റദ്ദു ചെയ്യുകയും ചെയ്യുക. അടച്ചിട്ട മുറികളിൽ രക്ഷിതാക്കൾക്കും കരാത്തെ അധ്യാപകർക്കും പ്രവേശനം നിഷേധിച്ചുകൊണ്ട് നടത്തുന്ന മത്സരങ്ങൾ നിർത്തലാക്കുക. കായിക മേഖലയിലെ കുത്തകവൽക്കരണവും അഴിമതിയും അവസാനിപ്പിച്ച് അർഹരായ മുഴുവൻ ക്ലബ്ബുകൾക്കും കായിക താരങ്ങൾക്കും നീതി ഉറപ്പാക്കാൻ ജില്ലാ സ്പോർട്സ് കൗൺസിലും സ്കൂൾ ഗെയിംസ് അതോറിറ്റിയും അടിയന്തരമായി ഇടപെടണമെന്ന് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. വാർത്താ സമ്മേളനത്തിൽ അസോസിയേഷൻ പ്രസിഡന്റ് സെൻസായി പ്രഭാകരൻ നാമത്ത്, ജനറൽ സെക്രട്ടറി സെൻസായി NK സുഗന്ധൻ, ടെക്നിക്കൽ ഡയറക്ടർ സെൻസായി PP ഹേമന്ത് കുമാർ, ജോയിന്റ് സെക്രട്ടറി ദിനേശ് കുമാർ P എന്നിവർ പങ്കെടുത്തു.